ഉള്ളിൽ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട്. ഇത് നമ്മൾ ഒരു ചായ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചായക്കടയിലേക്ക് കിട്ടുന്ന പോലെ പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് എരിവുള്ള ഒരു ചായ പലഹാരമാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയാ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റവ വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. അതേപോലെ തന്നെ അതിന് മുമ്പായിട്ട് ചെറുപയർ കറിയുടെ ഒരു റെസിപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് വീഡിയോ നിങ്ങൾ അധികം പേര് കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കണ്ടു നോക്കാം. അതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും സമയം കളയാൻ തന്നെ നമ്മുടെ ചായ പലഹാരം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈരും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ തൈരിൻ്റെ അളവ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് തൈര് ചേർക്കാം. ഇത് 250 ml 1/2 കപ്പാട്ടോ, അതുകൊണ്ടാണ് നിറച്ചെടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങൾ ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഏകദേശം അളവിൽ ചേർക്കാണ്ട് ലാസ്റ്റ് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഈ തൈരും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ്. കാരണം ഇതേപോലെയുള്ള ബോണ്ട അല്ലെങ്കിൽ വട എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴായിരിക്കും ഉണ്ടാക്കുന്ന സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാമെന്ന് പറയാം. കാരണം നമ്മുടെ കൈമേന്ത ബാക്ടീരിയ ഒക്കെ ഇതിനകത്ത് വന്നിട്ട് ഒന്ന് ഫോം ചെയ്തിട്ട് റെഡിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുമെന്ന് പറയാം. ഓക്കെ, ഇതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. എല്ലാവരും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ആയിരുന്നാലും കണ്ട നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക, അതും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ചെറിയ ജീരകം എന്ന് വെച്ചാൽ നമ്മൾ കറിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ജീരകം ഉണ്ടല്ലോ, ആ ജീരകം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബോണ്ടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം വെള്ളത്തിൻ്റെ അളവ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൈര് എടുക്കുമ്പോൾ ചില തൈര് ചിലപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കും, ചില തൈര് ചിലപ്പോൾ ഭയങ്കര കട്ട പോലെ ഇരിക്കും. പക്ഷേ വെള്ളം ഒറ്റയടിക്ക് നിങ്ങൾ ചേർക്കരുത് കേട്ടോ. കാരണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഇതേപോലെ കുറച്ച് വെള്ളമൊന്ന് ചേർക്കുക. കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പീച്ച് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. കുറച്ചുകൊണ്ട് വെള്ളം ചേർക്കട്ടെ. ഇതിപ്പോൾ ഭയങ്കര തിക്കായിട്ടല്ലേ ഇരിക്കേണ്ടത്, ഇത്രയ്ക്ക് തിക്കായിട്ടല്ലേ ഇരിക്കേണ്ടത്, കുറച്ച് ലൂസായിട്ട് ഇരിക്കണം. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തോട്ടോ. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് എളുപ്പം, ഇങ്ങനെ കൈ കൊണ്ട് പീച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ചേർത്താണെങ്കിൽ ശരിയാവില്ല, ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം കേട്ടോ. ഈ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കില്ല, അതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അതേപോലെ തന്നെ അടിച്ചടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടവനെ എയറൊക്കെ കയറുമല്ലോ, അപ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരാം. ഇതിലേക്ക് ഒരു പൊട്ടിക്ക് വെള്ളം കൂടി കുറവുണ്ട്, ഇച്ചിരി വെള്ളം ചേർക്കണ്ട.
ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നോക്കി ഇതേപോലെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഭയങ്കര തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വെള്ളം ചേർത്ത് വെക്കുക. ഈ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പതിപ്പിച്ചിട്ടെടുക്കുക. നമ്മൾ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ. നിങ്ങൾ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അരി ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടമാനം എയർ വരും. നമ്മൾ ചായക്കടയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നതാണ് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ചെയ്യും. അപ്പോൾ നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഒരു കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ചെടുത്തോ കൈ കൊണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റിക്കി ആയിട്ട് വരികയും ചെയ്യും ഒന്നും കൂടി. അപ്പോൾ കൈ അങ്ങനെ വേനെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നിർത്തി അങ്ങനെ അടിച്ചടിച്ചെടുക്കുക. എത്ര നന്നായിട്ട് അടിച്ചിട്ട് എടുക്കണോ അത്രയ്ക്ക് സോഫ്റ്റായിട്ടിരിക്കും നമ്മളിത് റെഡിയാക്കി കഴിയുമ്പോൾ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരണം. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് എടുത്തിട്ട് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയൊക്കെ മിക്സിങ് ഇതേപോലെ ഇനി ഇരിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ലൂസാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ഇത് നമ്മൾ നല്ല ചൂടായ ഓയിലേക്ക് ഇട്ടിട്ട് ഇത് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ട് കുറേശ്ശെ കോരി ഒഴിച്ചിട്ട് എടുക്കുക. ഭയങ്കര ചെറിയ അപ്പം പോലെ എടുക്കുക. അല്ലെങ്കിൽ ഇത് ഞാനിവിടെ തന്നെ കുറച്ച് വലിയ സ്പൂൺ, അല്ലെങ്കിൽ അതേപോലെ വലിയ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് കുറേശ്ശെ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് തിളച്ച ഓയിലിലേക്ക് ഇടുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഓയിൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ തിളച്ച ഓയിലിലേക്ക് ഇടാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മളിത് ഇട്ട വഴിക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്ന് തീ കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഒരുപാട് വലുതാക്കാണ്ട് കുറച്ചിങ്ങനെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കേണ്ടത് നല്ലത്. അപ്പോഴായിരിക്കും അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് ശരിക്കാണ്ട് വെന്ത് കിട്ടാൻ പെട്ടെന്ന്. ഈ ഒരുപാട് കൂട്ടി വയ്ക്കണ്ടേ. ഈ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇതിൻ്റെ രണ്ട് സൈഡും പെട്ടെന്നാണ്ട് മുരിയും. ഉൾഭാഗം നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാൾ ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഞാനിവിടെ ലോ ഫ്ലെയിമിലോട്ട് വെച്ചേക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ഓയിൽ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഓയിലിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പോകാൻ വേണ്ടിയിട്ടാണ് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിൽ കുടിക്കില്ല കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ ഇതെല്ലാവരും നമ്മൾ നന്നായിട്ട് മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. മൊരിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം നമുക്ക് ശരിക്കും റെഡിയാക്കി കിട്ടില്ല കേട്ടോ. ഉൾഭാഗം ശരിക്കും അങ്ങോട്ട് നന്നായിട്ടൊന്ന് വേവണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെറുതെ വെന്താൽ പോലെ ഒന്നും കൂടി നന്നായിട്ട് വേവണം. അപ്പോൾ അതനുസരിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ഒരു ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി പലഹാരമാണ്. ചെറുതായിട്ട് എരിവൊക്കെ ഉണ്ട്. ഇതാ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ ഇരിക്കും. ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉള്ളിൽ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ലല്ലോ. നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊന്ന് കഴിച്ചോട്ടെ. ആ ഗോതമ്പൊടിയുടെ ചെറുതായിട്ടൊരു മധുരവും പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന പലഹാരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.